ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ 2024 ഡിസംബറിൽ ട്രെന്താം ഗാർഡൻസ് എന്ന് പറഞ്ഞ ലൈറ്റ് ട്രെയിൽസാണ് ആക്ച്വലി. അവിടെ ഒന്ന് പോയി. ഞങ്ങളുണ്ടായിരുന്നു, പിന്നെ ലിൻസി ചേച്ചി ആൻഡ് ഫാമിലി, പിന്നെ ലിയ ഉണ്ടായിരുന്നു. വളരെ നല്ല രസമായിരുന്നു. എൻട്രൻസൊക്കെ ഇങ്ങനെ ഫുൾ ലൈറ്റൊക്കെ വെച്ച്. പക്ഷേ എന്താ പറയുന്നത്, തുടക്കത്തിൽ നമുക്ക് ഭയങ്കര തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, ഫസ്റ്റ് ടൈം നമ്മൾ കയറിയപ്പോൾ ഒരു എൻജോയ്മെൻ്റ് ഇല്ലായിരുന്നു. ഇത് എന്തൊരു തണുപ്പത്തൊന്നും കാണാൻ പോലും തോന്നുന്നില്ല എന്ന് വിചാരിച്ച് തന്നെ കയറിയില്ല. പക്ഷേ അന്ന് വൺസ് ഒന്ന് ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുന്നത്, നമ്മുടെ ബോഡി അതിലോട്ട് അഡ്ജസ്റ്റ് ആയി. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ എൻജോയ് ചെയ്തു. കുറേ ഇങ്ങനെ എന്താ പറയുക, ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലം. പിന്നെ ഈ പറഞ്ഞതുപോലെ സെറ്റിങ്സ് ഒന്നും റെഡിയാക്കാതെ പോയത്, അതുകൊണ്ട് എല്ലാം ഒരുപാട് ഇരുണ്ടിരിക്കുന്നത് പോലെ ഉണ്ട്. പിന്നെ ഫുൾ കവർ ചെയ്ത് മാത്രം കാണിച്ചിട്ടുള്ള ഫോട്ടോസ് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു എടുക്കാൻ. പിന്നെ ഒരു രസം എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. ഞാൻ ഒരു ഫാമിലിക്ക് ശരിക്കും 71 പൗണ്ട് വന്നു. അതിനുമാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇരുട്ടത്തിൽ തണുപ്പത്ത് 71 പൗണ്ട് കൊടുത്തിട്ട് കാണാൻ മാത്രം ഒന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കുറേ കാൽപ്പാടങ്ങളൊക്കെ കാണും കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇച്ചിരി പാടായിരുന്നു. ഇതൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യുന്ന, പിന്നെ ഈ ഫ്ലവേഴ്സ് വിടരുകയും ഇതൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ കുറച്ച് ഭംഗിയുണ്ടായിരുന്നു. ഇതെന്താണോ ഞാൻ മറന്നു കിട്ടും. ട്രെയിലെന്താ പ്രത്യേകത, എല്ലാവർക്കും കുറേ ലൈറ്റ് ഷോസാണ് ആക്ച്വലി. പക്ഷെ എന്നാലും എന്താ പറയുന്നത്, ഇവിടെ വന്നിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു പുറത്ത് പോയി ഇത്രയും ഭംഗിയുള്ളത് കാണാനും ഒക്കെ എന്താ പറയുന്നത് പോയത്. പിന്നെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു മാത്രമേ ഉള്ളൂ. നല്ല തണുപ്പായിരുന്നു. എന്നാലും ഒരു രസം. പിന്നെ ഇതിങ്ങനെ ലാൻറ്റണൊക്കെ അങ്ങനെ ഫുൾ ഒരു ലൈറ്റ് തീമായിരുന്നു. ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു. അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും. ഇങ്ങനെ മ്യൂസിക് ഷോ പോലെ, ഇതാണ് ലൈറ്റ് മ്യൂസിക് ഷോ എന്നല്ല പറയുന്നത്, അതൊക്കെയായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങളെല്ലാവരും ഈ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ടയർഡ്. എവിടെയെങ്കിലും ചൂട് സാധനം ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞു ഒന്നും നമ്മൾ അവിടുന്ന് വാങ്ങിക്കത്തില്ല, ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ, നമുക്ക് പുറത്ത് വന്നിട്ട് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ തണുപ്പത്ത് ഈ കാറ്റത്ത് ഇങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് എവിടെയെങ്കിലും ചൂട് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചായിരുന്നു. പിന്നെ ഞങ്ങൾ നടപ്പം അങ്ങനെ വീണ്ടും ഈ ലൈറ്റിൻ്റെ കുറേ എന്താ പറയുന്നത് ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ കണ്ട് ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ എവിടെയാണ് അടുത്ത ടീ ഷോപ്പ്, എവിടെയാണ് എന്തെങ്കിലും കിട്ടുന്ന സ്ഥലം എന്നൊക്കെ